ഇത് ഞാനൊരു കടച്ചക്കയുടെ പകുതി തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തതാണ്. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഈ രീതിയിൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് മുറിച്ചെടുക്കാം. ഇനി മുറിച്ച കഷ്ണങ്ങൾ നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലേക്ക് ഇട്ടാൽ പെട്ടെന്ന് വേഗം. ചട്ടിയിലോ ചെറിയ പാത്രത്തിലൊക്കെ വേവിച്ചാലും മതി കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ ഒരു സവാള ചെറുതാക്കി എരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി എരിഞ്ഞത്, 2 പച്ചമുളക്, ഇനി ഒരു ശകലം കല്ലുപ്പ്, ഞാൻ കല്ലുപ്പാണ് ചേർക്കുന്നത്, ഒരു തണ്ട് കറിവേപ്പില. ഇനി ഇത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. നമുക്കൊന്ന് മൂടി വെച്ചിട്ട് 2 വിസിൽ വന്നേച്ചാൽ മതി കേട്ടോ. ഇനി ഇത് തേങ്ങ വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ ചിരണ്ടിയിട്ട് മിക്സിയുടെ ജാറിലൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്തതാണ്. ഇനി വറുത്തിതായി ഈ രീതിയിൽ ഈ ഒരു കളർ വരുന്നവരെ നമ്മളൊന്ന് വറുക്കണം. ഞാനിതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. തേങ്ങ മാത്രം ഒന്ന് വറുത്തെടുത്തതാണ്. ഇനി ഒട്ടും വെള്ളം ചേർക്കാതെ ഈ രീതിയിലൊന്ന് അരച്ചെടുക്കണം. ഈ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന രീതിയിൽ ഒട്ടും വെള്ളം ചേർക്കരുത്. വെള്ളം ചേർത്താൽ കളർ മാറിപ്പോകും. ഇനി നമുക്കൊരു പാനെടുപ്പത്തേക്ക് വെച്ചിട്ട് ഞാൻ അതിലേക്ക് ശകലം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുവാണ്. 1-2 ടീസ്പൂൺ ചേർത്താൽ മതി. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു 3-4 ചെറിയ ഉള്ളി ചെറുതാക്കി എരിഞ്ഞതും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മീറ്റ് മസാല, ഇനി കൂടുതൽ ഗരം മസാല വേണമെങ്കിലും ചേർക്കാം. ഇനി ഈ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, അടിയിൽ പിടിക്കേണ്ടെന്ന് ഓർത്തിട്ട്. ഇനി നമുക്കിതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ആ കുക്കറൊന്ന് കഴുകിയ വെള്ളം ഒഴിച്ച് കൊടുത്തതാണ്. ഇത് നമ്മൾ വറുത്തരച്ച് വെച്ചേക്കുന്ന തേങ്ങയാണ്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഗരം മസാല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ തേങ്ങ വറുക്കുന്ന സമയത്ത് അതിന് കൊടുത്ത് പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം കൂടി ഒന്ന് വറുക്കാൻ വേണ്ടിയിട്ട് ഓരോന്നോരോന്നിട്ട് കൊടുത്ത് വറുത്തെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ ഇതിന് ഇച്ചിരി വെള്ളത്തിൻ്റെ കുറവുണ്ട്, നല്ല കൊഴുപ്പുണ്ട്. പിന്നെ ശകലം കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഉപ്പ് നോക്കുമ്പോൾ ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാൻ 1 ടീസ്പൂണ് പൊടിയുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വന്നാൽ മതി കേട്ടോ. നമ്മുടെ കറി റെഡിയാകും. ഒത്തിരി തിളച്ച് മറിയണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ.